തിരുവനന്തപുരം ജില്ലയിലെ തെക്കൻ പ്രദേശങ്ങളായ പെരുമ്പഴുതൂർ, പെരുങ്കടവിള, കൊല്ലയിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ പൈനാപ്പിൾ കൃഷി നടത്തുന്ന ശ്രീ രാജൻകുമാർ ഇവിടെയുള്ള 1-2 കുളങ്ങളിൽ മത്സ്യകൃഷിയും പരീക്ഷിച്ചിരുന്നു. പൈനാപ്പിൾ എല്ലാം ഒരേ സമയം തന്നെ പഴുത്തു പാകമാകാൻ വേണ്ടി എല്ലാ വലിയ പൈനാപ്പിൾ തോട്ടങ്ങളിലും ഹോർമോൺ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഹോർമോൺ കൊടുത്താൽ 10-30 ടൺ പൈനാപ്പിൾ ഒരേ സമയം വിൽക്കാൻ കർഷകർക്ക് സാധിക്കുന്നു. പൈനാപ്പിൾ കിട്ടിയാൽ അത് ഒരുമിച്ച് വിറ്റ് പോകുന്ന രീതികൾ, വിപണന സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? വിപണന സാധ്യത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാഴക്കുളമാണ് മെയിൻ മാർക്കറ്റ്. അപ്പോൾ അവിടെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, തൊടുപുഴയിലെ വാഴ, അവിടെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് അവർക്ക് അതിനുള്ള ക്വാണ്ടിറ്റി ഒരു 8 ടൺ 9 ടൺ സാധനമെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ അവർ വന്ന് എടുത്തിട്ട് നമുക്ക് അതിൻ്റെതായ പേപ്പർ റേറ്റ് വില തന്നു പോകും. അല്ല, ഞങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറവാണ്, 1 ടൺ 2 ടൺ സാധനമൊക്കെ ഉള്ളൂ എങ്കിൽ ചാല മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ 1-2 ഏജൻറ്റുമാരുണ്ട് ചെറിയ വണ്ടിയിലൊക്കെ കൊണ്ടു നടന്ന് വിൽക്കുന്നത്, 2 ടൺ 1 ടണ്ണൊക്കെ കൊണ്ടുപോകുന്നവരുണ്ട്. അവർ വന്ന് എടുക്കും. പക്ഷെ അതൊന്നും നമുക്ക് സക്സസ്ഫുൾ അല്ല. ഒരു റേറ്റൊന്നും നമുക്ക് പേപ്പർ വിലയോ, അവർ വന്ന് ബാർഗെയിൻ ചെയ്ത് ചക്ക കണ്ട് മോശമാണ് അതെന്ന് പറഞ്ഞാൽ ആ ഒരു വില നമുക്ക് കിട്ടുക. ഇപ്പം നിലവിൽ 1 കിലോ പൈനാപ്പിളിന് എത്ര വില കിട്ടും? ഇപ്പം 20 രൂപ 22 രൂപയൊക്കെ വിലയുണ്ട്, 40 രൂപ വരെ വിലയുണ്ട്. പക്ഷെ നമുക്ക് കയ്യിൽ വരുന്നത് 20 രൂപ 22 രൂപയൊക്കെ നമുക്ക് കയ്യിൽ വരും. പൂർണ്ണമായിട്ടും ഈ കൃഷിയിൽ ഇപ്പോൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് പൂർണ്ണമായും മുഴുകിയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കൃഷിയിൽ ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഉപജീവനം നടത്തി പോകാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ നമുക്ക് ഈ കൃഷി മാത്രം കൊണ്ട് എന്തായാലും മുന്നോട്ട് പോകില്ല. അതിനുള്ള ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ നമുക്ക് മെയിനായിട്ട് മഴയില്ല, വെള്ളത്തിൻ്റെ ഭയങ്കര പ്രോബ്ലമാണ്. ഇത്രയും സ്ഥലത്ത് ഞങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിണറ്റിൽ നിന്നോ കുളത്തിൽ നിന്നൊക്കെ വെള്ളം പമ്പ് ചെയ്ത് നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയുള്ള ഇതാണ്. അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള ചക്ക കിട്ടും. ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ പൊതുവേ നമ്മൾ വെള്ളത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഈ മറ്റ് പച്ചക്കറികൾക്ക് ആ തൈകൾക്ക് വേണ്ട വെള്ളത്തിൻ്റെ അത്രയും ആവശ്യം ഇതിന് ആവശ്യമുണ്ടോ? അത്രയും ഇല്ല. ഒരു 15 ദിവസം 20 ദിവസത്തിനിടയ്ക്ക് വെച്ച് മഴ കിട്ടിയില്ലെങ്കിൽ മാത്രം വെള്ളം പമ്പ് ചെയ്ത് കൊടുത്താൽ. ഇതിന്റെ ആരംഭഘട്ടത്തിലോ ഇത് തൈകൾ വയ്ക്കുന്ന സമയത്ത് ഒരു 2 മാസത്തേക്ക് എന്തായാലും വെള്ളം ആവശ്യമാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോവും. അപ്പം ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വെള്ളം നനച്ചു കൊടുത്താൽ മാത്രമേ ആവൂ. ഈ തോട്ടത്തിൽ എങ്ങനെയാണ് താങ്കൾ ഇവിടെ ഇപ്പോൾ ആവശ്യമായ വെള്ളം ലഭ്യമാക്കുന്നത്? എങ്ങനെയാണ്? അടുത്ത് അവിടെ ഒരു കുളമുണ്ട്, കുളത്തിൽ നിന്നുള്ള വെള്ളം ഇപ്പോൾ അത്യാവശ്യത്തിന് എടുക്കുകയാണ്. പഞ്ചായത്തിന്റെ കുളമാണ്. പഞ്ചായത്തിന്റെ കുളം നാട്ടുകാരുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കും. ഈ പൈനാപ്പിൾ കൃഷിയിൽ ഇതിന് കീടങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? താങ്കൾക്ക് അങ്ങനെ ഒരു അനുഭവം ഇതുവരെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്, കീടങ്ങളുണ്ട്. അത് ഒരെണ്ണത്തിന് ബാധിച്ചാൽ ഒരു പകർച്ചവ്യാധി പോലെ ആ ഏരിയയിൽ നിൽക്കുന്ന മൊത്തം പൈനാപ്പിളിനെ അത് ബാധിക്കും. അതിനുള്ള മരുന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, മരുന്ന് കൊടുത്താലും സക്സസ്ഫുൾ അല്ല, അതിനെ എടുത്ത് നശിപ്പിച്ച് കളയും. ഞങ്ങൾ എടുത്ത് തീയിലിട്ട് ചുട്ടുകളയും. എന്ത് മരുന്നാണ് ഇതിന് ഉപയോഗിക്കുന്നത്? ഒരു ലിക്വിഡാണ്, അതിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. അത് ഒഴിച്ച് അതിനെ ഇതുപോലെ വെള്ളത്തിലൊഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ഇതിന്റെ മൂട്ടിൽ 1/2 ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുക്കും. ഒഴിക്കുകയാണോ അത് സ്പ്രേ ഒഴിച്ചു കൊടുക്കുകയാണ്? സ്പ്രേ ഇതിലൊന്നും ഇല്ല. അപ്പോൾ ഇത് പൂർണ്ണമായും ഒരു ജൈവ രീതിയിലുള്ള ഒരു കൃഷി തന്നെയാണ് അല്ലേ? അങ്ങനെ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയും സാധനം കൃഷിയായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരു ഗുണം. ഇപ്പൊ ഈ തോട്ടം ഏത് കൃഷിഭവന്റെ പരിധിയിലാണ് വരുന്നത്? കൊല്ലയിൽ കൃഷിഭവനാണ്. ആ കൃഷിഭവനിൽ നിന്നുള്ള സപ്പോർട്ട് താങ്കൾക്ക് മറ്റെന്തെങ്കിലും ഒക്കെ? കൃഷി ഓഫീസറുടെ ഒക്കെ നല്ല സപ്പോർട്ടാണ്. എന്തെങ്കിലും വളം എന്തെങ്കിലും സബ്സിഡി ഉണ്ടെങ്കിൽ അവർ എന്തായാലും ലഭ്യമാക്കുന്നുണ്ട്. ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ പോയി ലഭ്യമാക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. നേരത്തെ താങ്കൾ പറഞ്ഞു 10 ഏക്കറോളം സ്ഥലം ഇതിനു വേണ്ടി പൈനാപ്പിൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ 10 ഏക്കറും ഈ കൃഷിഭവന്റെ കീഴിലാണോ? ഇല്ല, ഈ കൃഷിഭവന്റെ കീഴിൽ ഇപ്പോൾ ഒരു 3 ഏക്കറോളം 3-3.5 ഏക്കറോളം ഈ കൃഷിഭവന്റെ ഇതിലുള്ളൂ. വേറെ 2 കൃഷിഭവന്റെ കീഴിലാണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് പെരുമ്പഴുതൂര്, ഒന്ന് പെരുങ്കടവിള, 2 കൃഷിഭവൻ. ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മറ്റെന്തെങ്കിലും സാമ്പത്തിക സഹായം ഇതിനു വേണ്ടി ലഭ്യമാക്കുന്നുണ്ടോ? സാമ്പത്തികമായിട്ട് ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും സബ്സിഡി എന്തോ ഉണ്ടെന്ന് പറഞ്ഞു, കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ വിളിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ റബ്ബർ എത്ര വർഷമായി? റബ്ബർ ഇപ്പോൾ ആദ്യം പൈനാപ്പിൾ വെച്ചു. പൈനാപ്പിൾ ഇപ്പോൾ 2.5 വർഷമായത്. റബ്ബർ വെച്ചിട്ട് ഒരു 2.25 വർഷമായിട്ടുണ്ട്. നേരത്തെ 2 വലിയ കുളങ്ങൾ പാട്ടത്തിനെടുത്ത് രാജൻകുമാർ മത്സ്യകൃഷി നടത്തിയിരുന്നു. എന്നാൽ 1-2 വിളവെടുപ്പിന് ശേഷം അത് തുടർന്നു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇപ്പോൾ കുടുംബസ്വത്തായ പുരയിടത്തിൽ ഒരു കുളം നിർമ്മിച്ച് കട്ല, രോഹു, ഗ്രാസ് കാപ്പ് തുടങ്ങിയ മത്സ്യങ്ങളെ അദ്ദേഹം വളർത്തുന്നു.
മത്സ്യഫെഡിൽ നിന്നും നെയ്യാർ ഡാമിലെ മത്സ്യം വളർത്തൽ കേന്ദ്രത്തിൽ നിന്നുമാണ് ഇവർക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത്. ഈ പൈനാപ്പിൾ കൃഷി അല്ലാതെ പിന്നെ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുക? എന്തൊക്കെ കൃഷിയിലാണ് വ്യാപൃതനായിട്ടുള്ളത്? മീൻ കൃഷിയുണ്ട്, മത്സ്യകൃഷിയുണ്ട്, പിന്നെ കുറച്ച് വാഴയുണ്ട്, പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ കുറേശ്ശെ ഉണ്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിന്, സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം. മത്സ്യകൃഷി എത്ര ഏരിയയിലുണ്ട്? എത്ര കുളം, എത്ര ഏരിയ ആണ്? മത്സ്യകൃഷി ഇപ്പോൾ ഒരു 30 സെന്റിനകത്തുള്ള ഒരു കുളമാണ് ഇപ്പോൾ ഉള്ളത്. ആൾറെഡി നേരത്തെ ഒരു 2 ഹെക്ടർ സ്ഥലത്തുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. അത് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അതങ്ങനെ വിട്ടു. ഇപ്പൊ നമ്മുടെ ഈ സ്വന്തമായിട്ടുള്ള ഈ ഒരു കുളം മാത്രമേ. ഈ നേരത്തെ ഉള്ള കുളം പാട്ടത്തിനെടുത്തതാണോ? അത് സ്വന്തമായിട്ടുള്ളതാണ്? മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പാട്ടത്തിനെടുത്തതാണ്. ഇപ്പൊ നിലവിലുള്ള കുളം അത് സ്വന്തം സ്ഥലമാണ്. ഈ മത്സ്യ കുഞ്ഞുങ്ങളെയൊക്കെ എവിടെ നിന്നാണ് ലഭ്യമാകുന്നത്? മത്സ്യഫെഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നെയ്യാർ ഡാമിൽ നിന്ന് കാശ് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള കുഞ്ഞവിടെ ഉള്ളപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ് തരുന്നുണ്ട്. അപ്പോൾ ഈ 4 വർഷമായോ ഇതിൽ മത്സ്യകൃഷിയിലും? 4 വർഷമായോ? 4 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ ഈ മത്സ്യഫെഡിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? സാമ്പത്തികമില്ല, ഇതിന് മത്സ്യക്കുഞ്ഞുങ്ങൾ അവരുടെ കയ്യിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് തന്നെ തരുന്നത്. പക്ഷേ അത് പാലക്കാട് നിന്ന് അവിടെ നിന്നൊക്കെ വരുന്നതാണ് കുഞ്ഞുങ്ങൾ. അത് അവരുടെ മത്സ്യഫെഡിൽ വന്നിട്ട് ഞങ്ങളുടെ കയ്യിലെത്തുമ്പോഴത്തേക്ക് ഒരു പകുതിയിൽ കൂടുതൽ ചത്തുപോകും. അതിനകത്ത് കവറിനകത്ത് കിടന്നതിനെ ചാവും. പിന്നെ അതിന് നമ്മളിവിടെ കൊണ്ട് വിടുമ്പോഴും അത് കുറച്ചൊക്കെ രക്ഷപ്പെടുമെന്ന് വയ്ക്കാം. പക്ഷേ എന്നാലും പൂർണ്ണമായിട്ട് അത് രക്ഷപ്പെട്ട് കിട്ടൂല. ഇത്രയും ട്രാവലിംഗ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട്. ഈ മത്സ്യ കുഞ്ഞുങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ വളർത്തിയെടുക്കുന്നവർ അതിൻ്റെ ഈ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അത് എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മളൊരു ശ്രദ്ധ കൊടുക്കേണ്ടത്? ഫസ്റ്റിൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുളം നല്ല ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു ചിറ കെട്ടി അതിൻ്റെ സൈഡിൽ നിർത്തി അതിനെ ഒന്ന് ആരോഗ്യവാനാക്കിയതിന് ശേഷമേ പുറത്തോട്ട് വിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ മത്സ്യങ്ങൾ വന്ന് അതിനെ കടിച്ച് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് അതിനെ ഒരു മാസത്തോളം അതിനങ്ങനെ ഒരു സെപ്പറേറ്റ് കെട്ടി ഒരു സൈഡിൽ കെട്ടി നിർത്തി അതിനകത്ത് ഇട്ടിട്ട് അതിനുള്ള ആഹാരമെല്ലാം അതിനകത്ത് ഇട്ട് കൊടുത്ത് അതിനെ ഒരു ആരോഗ്യവാനാക്കിയതിന് ശേഷം പുറത്തോട്ട് തുറന്നു. എന്ത് ആഹാരമാണ് ഇതിന് കൊടുക്കുന്നത്? പ്രധാനമായിട്ടും തേങ്ങാപ്പിണ്ണാക്ക്, ഇതിൻ്റെ നമ്മുടെ തവിടുണ്ടല്ലോ, ആ തവിടിട്ട് കൊടുക്കും. പിന്നെ ഇതിന്റെ ഫുഡുണ്ട്, അതൊക്കെ കോസ്റ്റ്ലിയാണ്. അതൊന്നും വാങ്ങിച്ചില്ല, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഈ മത്സ്യ കുഞ്ഞുങ്ങളെ കുളത്തിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മത്സ്യങ്ങളെ കിട്ടിത്തുടങ്ങും? 6 മാസം കൊണ്ട് പാകമാവും. പക്ഷെ നമ്മൾ എത്ര ഫുഡ് കൊടുക്കുന്നോ, പിന്നെ മെയിനായിട്ട് ഇതിന് മത്സ്യത്തിനെന്ന് പറഞ്ഞാൽ ഓടിക്കളിക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വലുതായി നല്ല മത്സ്യമാവും. ചെറിയ കുളമാണെങ്കിൽ വളർച്ച മുരടിച്ചു പോകും. കുളത്തിന്റെ വിസ്തൃതി വർദ്ധിക്കും തോറും വലിപ്പമുള്ള മീൻ കിട്ടും. അതിനവിടെ ആഹാരവും കളിക്കാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അല്ലാതെ ഇപ്പൊ ചെറിയ കുളമാണെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. നമ്മൾ ഒത്തിരി കുഞ്ഞുങ്ങൾ അതിൽ നിക്ഷേപിച്ചാലും എല്ലാം മുരടിച്ചു പോകും, വളർച്ച കിട്ടില്ല. എത്ര പിന്നെ ഭാരമുള്ള മീനുകൾ വരെ താങ്കൾക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 5.5 കിലോ വരെ വെയിറ്റുള്ള മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൃഷി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 1 കിലോ 1.5 കിലോ വെയിറ്റുള്ള മീനുകളെ ഇപ്പോൾ ഉള്ളൂ. ഏതെല്ലാം തരത്തിലുള്ള മീനുകളാണ് ഈ ഇതിലിപ്പോൾ നിക്ഷേപിച്ചിട്ടുള്ളത്? ഒന്ന് രേഹു, കട്ട്ല, ഗ്രാസ് കാർപ്പ്. ഇത് 3 ഐറ്റം മീനാണ്. ഒന്ന് ഗ്രാസ് കാർപ്പ് എന്ന് പറഞ്ഞാൽ മേൽത്തട്ടിൽ നിൽക്കും. അത് ഈ പച്ചിലയും പായലും അതെല്ലാം കഴിച്ചിട്ട് അത് വിസർജിക്കുന്ന ആ വിസർജനം കഴിച്ചാണ് അടിയറ്റത്തുള്ള കട്ട്ല ജീവിക്കുന്നത്. അത് അടിത്തട്ടിലേ നിൽക്കുകയുള്ളൂ. ഈ രേഹു എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിൽക്കും. ഇത് വേസ്റ്റും കഴിക്കും, പച്ചിലയും കഴിക്കും. മുടങ്ങാതെ തീറ്റ കൊടുത്താൽ 6 മാസം കൊണ്ട് വിൽപ്പനയ്ക്ക് സജ്ജമാകുന്ന ഈ മത്സ്യം വളർത്തലിൽ രാജൻകുമാറിന്റെ സഹോദരൻ നോബിളും പങ്കാളിയാണ്. ഇതിനകത്ത് കട്ട്ല, രേഗു, മൃഗാൽ 3 ഐറ്റം മത്സ്യങ്ങളുണ്ട്. 1 വർഷം കൊണ്ട് നല്ല ആഹാരം കൊടുക്കുകയാണെങ്കിൽ 2 കിലോയോളം വലിപ്പം വരുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് 2 കിലോയോളം വലിപ്പമുള്ള മത്സ്യം കിട്ടിയായിരുന്നു. അതിൽ ഗ്രാസ്, പച്ചില, വാഴയില, ഈ മരിച്ചിനി ഇല, വീട്ടിലെ വേസ്റ്റ്, തവിട്, കാലിത്തീറ്റയാണ് ഇതിന് ആഹാരമായിട്ട് ഇടുന്നത്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് വീട്ടിൽ യൂസ് ചെയ്യുന്നു. വെളിയിൽ ഇതുവരെയ്ക്കും വിറ്റില്ല. കൂട്ടുകാർക്കും ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. 10 ഏക്കറോളം വരുന്ന സ്ഥലത്ത് പൈനാപ്പിൾ കൃഷിയും ഒപ്പം മീൻ വളർത്തലും ചെയ്യുന്നതിനാൽ 2-3 സഹായികളും ഭാര്യയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും ഇദ്ദേഹത്തെ സഹായിക്കുന്നു. ഇപ്പോൾ ഈ 5.5 കിലോ ഭാരമുള്ള മീനുകൾ വരെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ വിപണന സാധ്യതകൾ എങ്ങനെയാണ്? ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്?
വിപണന സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ലോക്കൽസിന് തന്നെ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പബ്ലിസിറ്റി കേബിളിൽ ചെറുതായിട്ട് കൊടുത്ത് പരസ്യം കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ പിടിച്ച് ഈ ലോക്കലിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. വേറെ വെളിയിൽ ആർക്കും കൊടുക്കാനുള്ള കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇതുവരെയുള്ള താങ്കളുടെ ഒരു ശ്രമഫലമായിട്ട് എത്ര രൂപയുടെ ഒരു പ്രതിഫലം ഈ മത്സ്യകൃഷിയിൽ നിന്ന് ഇതുവരെ ഉണ്ടായി കാണും? പ്രതിഫലം എക്സ്പെൻസ് നോക്കുമ്പോൾ പ്രതിഫലം ഇല്ല. ആ ചെലവിനനുസരിച്ചുള്ള ചെലവിന്റെ അത്രയും വരവ് ഉണ്ടായിട്ടില്ല. മത്സ്യകൃഷിയിൽ അത് ഉണ്ടായിട്ടില്ല. ഈ മത്സ്യകൃഷിയിൽ എന്തെങ്കിലും സഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ ഏതെങ്കിലും ഏജൻസികളിൽ നിന്ന്? ഇല്ല, വേറൊന്നുമില്ല. ഈ കുഞ്ഞുങ്ങൾ മാത്രം അവരുടെ കയ്യിൽ വരും, മത്സ്യഫെഡിൽ നിന്ന് വരുമ്പോൾ വിളിച്ചു തരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സഹായങ്ങൾ എവിടെന്നെങ്കിലും ലഭിച്ചാൽ നല്ല ഒരു വിസ്തൃതമായ ഒരു ഏരിയയിൽ തന്നെ താങ്കൾക്ക് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, അതിനുള്ള സ്ഥലമുണ്ട്, അതിനുള്ള സാമ്പത്തികമൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാനുള്ള താല്പര്യമുണ്ട് 100%. അപ്പോൾ പൈനാപ്പിൾ കൃഷിയെ പറ്റി, മത്സ്യകൃഷി, മറ്റ് ഇത് കൂടാതെ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വാഴകൃഷിയുണ്ട്. വാഴകൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 800ഓളം മൂട് തൈ വാഴയുണ്ട് വെച്ചിട്ടുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണമുണ്ടാവും. നല്ല കാലാവസ്ഥയും എല്ലാം ലഭിക്കുകയാണെങ്കിൽ ഗുണം തന്നെ. അല്ല ഇവിടെ കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു വീഴും. പിന്നെ അതിന് ഇൻഷുറൻസ് ഒക്കെ ചെയ്യാം. പക്ഷെ ആദ്യമൊക്കെ 20-25 രൂപയാണ് ഒരു വാഴയ്ക്ക് നമുക്ക് ഇൻഷുറൻസ് ചെയ്താലും കിട്ടുന്നത്. അപ്പോൾ ഒരു വാഴ പാകമായി അതിൽ കൂമ്പ് വന്ന് കൊലയായി കഴിയുമ്പോൾ ഒടിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു വാഴയ്ക്ക് 10, 100, 125 രൂപ ചിലവാകുമ്പോഴാണ് ആ കൂമ്പ് വരുന്നത്. ആ സമയത്ത് ഒടിഞ്ഞു പോയിട്ട് 20-25 രൂപ കിട്ടിയിട്ടൊന്നും ഒരു പ്രയോജനമില്ല. അങ്ങനെയാണ് ഞാൻ വാഴകൃഷി പൊതുവെ നിർത്താൻ കാരണം. ഇപ്പോൾ 800 മൂട് വാഴകൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ വിഭാഗം വാഴകളാണ്? മുഴുവനും 800 മൂട്. അപ്പോൾ ഇതിനു മുമ്പ് താങ്കൾക്ക് ഒരിക്കൽ നഷ്ടം വന്ന കാര്യം പറഞ്ഞു. അതിനുശേഷം പിന്നെ ഇതിൽ നിന്ന് കൂടുതൽ വിളവ് ലഭിച്ചിട്ടുണ്ടോ? വിട്ടുനിന്നു, എന്നിട്ട് ഇപ്പോൾ വെച്ചതാ അത് കഴിഞ്ഞ് വാഴ നിലവിൽ. അപ്പോൾ ഈ രണ്ടാമത്തെ തവണയാണ് ഈ വാഴ കൃഷിയിലേക്ക് വരുന്നത്. പിന്നെ ഇതിന് ഇടവിളയായിട്ട് പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചീര, പയറ്, വെണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടവിളയായിട്ട് അതിൻ്റെ ഇടയിൽ വയ്ക്കും. സമയം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അത് എങ്ങനെ പുറത്ത് വിൽക്കാനുള്ള കിട്ടുമോ? അതെ, ചീരയും പയറും ഒക്കെ പുറത്ത് വിൽക്കാൻ വേണ്ടി കിട്ടും. താങ്കളുടെ കുടുംബം എങ്ങനെയാണ് ഈ കാര്യത്തിൽ സഹായിക്കുന്നത്? പിന്നെ പൂർണ്ണ സഹായമുണ്ട്. ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. കുട്ടികൾ രണ്ടും പഠിക്കുകയാണ്. ഭാര്യ ഹൗസ് വൈഫ് തന്നെ, പണിയൊന്നുമില്ല. നമ്മളെ കൃഷിയിലെല്ലാം സഹായവും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ അവരുടെ ഇത് കൂടാതെ മറ്റാരുടെയൊക്കെ സഹായങ്ങളുണ്ട് ഇതിനകത്ത്? ഭാര്യയുടെ വീട് തൊടുപുഴയാണ്. അപ്പോൾ ഒരു കൃഷിയുമായി വലിയ ബന്ധമുണ്ട്. ഉണ്ട്. പുള്ളി അവിടെ പൈനാപ്പിൾ കൃഷി തന്നെ പുള്ളി. അപ്പം അതിൻ്റെ ഇടയിൽ പുള്ളി മാസത്തിലൊരിക്കൽ എൻ്റെ അടുത്ത് വരും. ഇവിടെ വന്ന് ഇതെല്ലാം ഒന്ന് നോക്കും. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് സജസ്റ്റ് വളം കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാൻ പറയും. അതെല്ലാം പിന്നെ പുള്ളിയുടെ പൂർണ്ണ ഹെൽപ്പ് ഉണ്ടാവും. ഒരാഴ്ച പുള്ളി ഇവിടെ കാണും, വന്ന് ഇതെല്ലാം ചെയ്തു തരും. പിന്നെ വൈഫും കൂടെ ഉണ്ടാവും. ഇല്ല, അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ, ഈ പൂർണ്ണമായി ഇപ്പോൾ 4 വർഷം കൊണ്ട് ഈ കൃഷിയിൽ പൂർണ്ണമായി വ്യാപൃതനായി നിൽക്കുന്ന ഒരാളാണ് താങ്കളുടെ ഈ ഉപജീവനം ഇതുകൊണ്ട് നടത്തിപ്പോകാൻ കഴിയുന്നുണ്ടോ? അതായത് മറ്റെന്തെങ്കിലും ജോലിയും കൂടെ ഇതിന് ചെയ്യേണ്ടി വരുന്നുണ്ടോ? ചെയ്യേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് നമുക്ക് ഉപജീവനം പോവില്ല. ഞാൻ പഠിച്ചത് സിവിളാണ്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിളാണ്. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പോയിട്ട് അവരുടെ ചെറിയ സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്നു. എങ്കിലും പൂർണ്ണമായ സമയം ഇതിൽ തന്നെയാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം, നമ്മൾ തൈ നട്ടാൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് അതിൽ നിന്ന് കായ്ഫലം ലഭിച്ചു തുടങ്ങും? തൈ നട്ട് 10 മാസമാണ് ടോട്ടല്. തൈ നട്ട് 6 മാസത്തിൽ നമുക്ക് അതിൽ ഹോർമോൺ കൊടുക്കാൻ പറ്റും. 6 മാസത്തിനകം നല്ലതുപോലെ മഴയും വെള്ളവും എല്ലാം വളവും എല്ലാം കൊടുത്താൽ 6 മാസത്തിൽ ഹോർമോൺ സ്വീകരിക്കാൻ പാകമായിട്ടുള്ള തൈയാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോർമോൺ കൊടുക്കും. ഹോർമോൺ കൊടുത്ത് 120 ദിവസം ആകുമ്പം ചക്ക പാകമാവും. 120 ദിവസമാണ് ഇത് പാകമാകാൻ വേണ്ട സമയം. അത് കഴിഞ്ഞ് 20 ദിവസം വരെ ചക്ക അതിൽ നിർത്താം. 20 ദിവസമാകുമ്പോൾ നല്ല കളറാവും. നല്ല കളർ പഴുത്ത പാകമായ ചക്കയാവും. 20 ദിവസം നമുക്ക് നിർത്താൻ പറ്റില്ല. ഇവിടെ ഈ എലി ശല്യം, കാക്ക ശല്യം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ 120, 125, 130 ദിവസത്തിനുള്ളിൽ അതിനെ വെട്ടിയെടുക്കും. ഇവിടത്തെ കൃഷിഭവൻ ആത്മാ പദ്ധതിയിലൂടെയും SHM പദ്ധതിയിലൂടെയും കർഷകർക്ക് ആവശ്യമായ സഹായം നൽകി വരുന്നു. ഈ രാജൻകുമാറിനെ പോലെയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ കർഷകരായി പൈനാപ്പിൾ പോലെയുള്ള വളരെ വ്യത്യസ്തമായ മേഖലയിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കർഷകരിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഈ കർഷക ദിനം പോലെയുള്ള ദിവസങ്ങളിൽ അവർക്ക് കൂടുതൽ അംഗീകാരം കൊടുക്കുന്നതിനുള്ള എന്തൊക്കെ പദ്ധതികളാണ് കൃഷിഭവനിലുള്ളത്? ഞങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ 16 വാർഡുള്ള ഒരു പഞ്ചായത്താണ്. ഈ 16 വാർഡുള്ള പഞ്ചായത്തിലും
നമ്മൾ ഈ വിവിധ മേഖലകൾ കൃഷി ചെയ്ത് വളരെ മാതൃകാപരമായി കൃഷി ചെയ്യുന്ന ഓരോ അംഗത്തെ വീതം, ഒരു വാർഡിൽ നിന്ന് ഓരോ അംഗത്തെ വീതം നമ്മൾ ചിങ്ങം 1-ന് നമ്മളിവിടെ പൊന്നാടയും നിലവിളക്കും നൽകി ആദരിക്കുക പതിവുണ്ട്. കഴിഞ്ഞ 8-10 വർഷമായി തന്നെ തുടർന്നു വരുന്ന പരിപാടിയാണ്. ഈ വർഷവും അത് നമ്മൾ നടത്തുന്നുണ്ട്. ഈ കൃഷി ഓഫീസർ എന്നുള്ള നിലയിൽ ഈ കൃഷിഭവൻ പരിധിയിൽ ഇനി നടപ്പിലാക്കണം, ഇവിടെ ആവശ്യമാണ് എന്ന് താങ്കൾ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു മേഖല, കാർഷിക മേഖലയിൽ ഏതെങ്കിലും ഒരു വിഭാഗം, പച്ചക്കറിയോ നെൽകൃഷിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി താങ്കളുടെ മനസ്സിലുണ്ടോ? അപ്പോൾ ഈ പൈനാപ്പിൾ കൃഷി തന്നെ ഒരു പുതിയ മേഖലയാണ്. പുതിയ മേഖലയെന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി കൃഷി ചെയ്ത് വളരെയധികം നേട്ടം കൈവരിക്കാമെന്നുള്ള ഒരു മേഖലയാണ്. അത് ശ്രീ രാജൻകുമാറിനെ പോലുള്ളവർ അത് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് അങ്ങനെയുള്ള മേഖലയിൽ തീർച്ചയായിട്ടും പുരോഗതി ഉണ്ടാകും. ഈ പ്രദേശങ്ങളിൽ ഏറെയും പാവപ്പെട്ട കൃഷിക്കാരാണുള്ളത്. ഇവർ പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്. തെങ്ങ്, വാഴ, പച്ചക്കറികൾ, റബ്ബർ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കൃഷിവിളകൾ. ഇപ്പോൾ ഈ കാർഷിക മേഖല നേരിടുന്ന ഒരു പ്രശ്നം ഈ തൊഴിലാളികളുടെ ലഭ്യത കുറവ്, അല്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാർ രാജൻകുമാറിനെ പോലെയുള്ളവർ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ശ്രീ രാജൻകുമാറിനെ പോലെയുള്ള ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ കൃഷിഭവന് നിലവിൽ നടപ്പിലാക്കുന്നുണ്ട്? നമ്മളിപ്പം ഈ തൊഴിലാളി ലഭ്യതയുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ തൊഴിൽ സേന എന്നുള്ള രീതിയിൽ ഒരു പ്രാഥമികമായിട്ടുള്ള നീക്കം നമ്മൾ ഈ പറഞ്ഞ എല്ലാ വാർഡുകളിലും ഇതിൻ്റെ ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ ചെറുപ്പക്കാരെ ആകർഷിച്ചുകൊണ്ട് ഈ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ആധുനികമായിട്ടുള്ള മെഷീനറീസ് അടക്കം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് തെങ്ങേറ്റമായാലും അതേപോലെ ട്രാക്ടർ, ടില്ലർ അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പോൾ അത്തരത്തിലേക്ക് ഈ പുതിയ കർഷകരെ ആകർഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഈ തൊഴിൽ സേനയാണ് നമ്മളൊരു പ്രധാന അജണ്ടയായിട്ട് എടുത്തിട്ടുള്ളത്. അത് എല്ലാ വാർഡുകളിലും നമ്മളൊരു പ്രാഥമികമായിട്ട് കൃഷിക്കാരെ വിളിച്ച് അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബൈലോയും മറ്റു കാര്യങ്ങളും ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഈ വർഷം നമുക്ക് അത്തരത്തിലേക്കുള്ള തൊഴിൽ സേനയും ഇത്തരം ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പരമ്പരാഗത കാർഷിക മേഖലയുടെ പിൻബലമുള്ളതുകൊണ്ടാണ് ഇവിടെ രാജൻകുമാറിനെ പോലെയുള്ള ഒരു യുവ കർഷകന് 10 ഏക്കറോളം സ്ഥലം പൈനാപ്പിൾ കൃഷിക്കായി ലഭിച്ചത്. എന്നാൽ പൈനാപ്പിൾ തോട്ടത്തിൽ പാമ്പുകൾ അധിവസിക്കുമെന്ന ഒരു തെറ്റായ ധാരണ ജനത്തിനിടയിലുണ്ട്. ഇത് വെറും അന്ധവിശ്വാസം മാത്രമാണെന്നാണ് രാജൻകുമാറിന്റെ അനുഭവ സാക്ഷ്യം. നമ്മൾ തൈ നട്ടാൽ ദിവസം കൊണ്ട് നമുക്ക് അതിൽ നിന്ന് കായ്ഫലം ലഭിച്ചു തുടങ്ങും. തൈ നട്ട് 10 മാസമാണ് ടോട്ടല്. തൈ നട്ട് 6 മാസത്തിൽ നമുക്ക് അതിൽ ഹോർമോൺ കൊടുക്കാൻ പറ്റും. 6 മാസത്തിനകം നല്ലതുപോലെ മഴയും വെള്ളവും എല്ലാം വളവും എല്ലാം കൊടുത്താൽ 6 മാസത്തിൽ ഹോർമോൺ സ്വീകരിക്കാൻ പാകമായിട്ടുള്ള തൈയാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോർമോൺ കൊടുക്കും. ഹോർമോൺ കൊടുത്ത് 120 ദിവസം ആകുമ്പം ചക്ക പാകമാവും. 120 ദിവസമാണ് ഇത് പാകമാകാൻ വേണ്ട സമയം. അത് കഴിഞ്ഞ് 20 ദിവസം വരെ ചക്ക അതിൽ നിർത്താം. 20 ദിവസമാകുമ്പോൾ നല്ല കളറാവും. നല്ല കളർ പഴുത്ത പാകമായ ചക്കയാവും. 20 ദിവസം നമുക്ക് നിർത്താൻ പറ്റില്ല. ഇവിടെ ഈ എലി ശല്യം, കാക്ക ശല്യം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ 120, 125, 130 ദിവസത്തിനുള്ളിൽ അതിനെ വെട്ടിയെടുക്കും. ഈ ഒരുമിച്ച് നമുക്ക് കായ് ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഹോർമോണിന്റെ ഉപയോഗം. അല്ലെങ്കിൽ അങ്ങനെ ആ തരത്തിൽ ലഭിക്കാതെ ഓരോന്ന് ഈ രണ്ടും വെച്ചേ അതാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് വിപണനം നടത്താൻ പറ്റൂല. ഓരോ ചക്ക ഈ 2 ചക്കയായിട്ടൊന്നും കൊണ്ടു നടക്കാൻ പറ്റൂല. അപ്പോൾ നാടൻ ഇനമാണോ താങ്കൾ ഇവിടെ പൂർണ്ണമായിട്ട്? നാടൻ ഇനമാണ്. അതിന്റെ പേര് നല്ല നാടൻ ഇനമാണ്. ഇവിടെ സാധാരണ നമുക്ക് നാടൻ ഇനങ്ങളാണ്. അതെ അതെ. അപ്പോൾ ഈ താങ്കൾ പറഞ്ഞതനുസരിച്ച് നമ്മുടെ കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ കൂടുതൽ സഹായങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ കൃഷി വളരെ വ്യാപകമായി നടത്താനുള്ള ഒരു അനുഭവ സമ്പത്ത് താങ്കൾക്കുണ്ട്. ഉണ്ട്. പിന്നെ ഇത് സാധാരണ പൊതുവെ നാട്ടുകാർക്കൊരു ഇതുണ്ട്, ഈ പൈനാപ്പിൾ വെച്ചാൽ ഈ പാമ്പ് വരുമെന്നുള്ളത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? അങ്ങനെയുള്ള അനുഭവം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ എപ്പോഴും ഇതിൽ രാസവളം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. എപ്പോഴും ഈ പൈനാപ്പിളിൻ്റെ കൂടെ ഞങ്ങൾ വന്ന് ഇതിൻ്റെ ലൈനിൽ എപ്പോഴും നടക്കുന്നതാണ്. അങ്ങനെ ഇതുവരെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അതൊരു തെറ്റായിട്ടുള്ളവർ പിന്നെ എവിടെയും കാട് പിടിച്ച് കിടക്കുന്നിടത്ത് ചിലപ്പോൾ കാണുമായിരിക്കണം. അത് പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശം എന്ന് പറഞ്ഞാൽ കുളവും എല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പാമ്പെന്ന് പറഞ്ഞ എന്തായാലും ജീവി അവിടെ ഉണ്ട്, പാമ്പുണ്ട്. അപ്പൊ ആ പാമ്പിനെ അവിടെ എവിടെയെങ്കിലും തന്നെ അത് ജീവിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തൊടുപുഴ, മൂവാറ്റുപുഴ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ വാഴക്കുള സ്ഥലം. അവിടെ മൊത്തം പാമ്പിന്റെ ഏരിയ ആയിരിക്കേണ്ടത്. അവിടെ ഒന്നും ആരും പാമ്പിനെ കണ്ടതായിട്ടും അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ തീർച്ചയായും താങ്കൾ ഈ കൂടുതൽ ഈ കൃഷിയിലേക്ക് വ്യാപൃതനാവുകയും ഇതിൽ നിന്ന് തീർച്ചയായും ഒരു ഉപജീവന മാർഗം കണ്ടെത്താൻ കഴിയുകയും ചെയ്യും. അതിനുവേണ്ടി പരിശ്രമിക്കണം. തീർച്ചയായിട്ടും.
ആധുനിക കൃഷിക്കാരൻ ഭാവനാസമ്പന്നനായിരിക്കണമെന്ന് പൊതുവെ പറയാറുണ്ട്. അതുകൊണ്ടുതന്നെ പുതിയ കൃഷിവിളകൾ ഓരോ പ്രദേശത്തും പരീക്ഷിച്ചു നോക്കുന്നത് നല്ലതാണ്. തിരുവനന്തപുരത്തെ കാലാവസ്ഥ പൈനാപ്പിളിന് അനുയോജ്യമാണെന്ന് രാജൻകുമാറിന്റെ കൃഷിയിലൂടെ ബോധ്യമായാൽ മറ്റു കർഷകർക്കും ഈ കൃഷിയൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്.